ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ഉൾപ്പെടെ രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ മുന്നണികൾ അവസാനഘട്ട പ്രചരണ ചൂടിൽ. കൊട്ടിക്കലാശം ചൊവ്വാഴ്ച. ചാലക്കുടി ചായപ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ അടിച്ചു തകർത്തു. ഗുരുവായൂർ ചൂൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തുനിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ഉൾപ്പെടെ രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ മുന്നണികൾ അവസാനഘട്ട പ്രചരണ ചൂടിൽ. ചൊവ്വാഴ്ചയാണ് കൊട്ടിക്കലാശം. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അവസാനവട്ട പ്രചരണം ചൂടുപിടിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികൾ വീട് കയറി പല റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയെങ്കിലും അവസാനഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ചൊവ്വാഴ്ച ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. ചാലക്കുടി ചായപ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പീലാർമൊഴി സ്വദേശി തെക്കൂട്ടുവീട്ടിൽ 70 വയസ്സുള്ള സുബ്രനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വനംവകുപ്പ് ഓഫീസ് തല്ലിത്തകർത്തു. മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധ സമരവും അരങ്ങേറി. തിങ്കളാഴ്ച രാവിലെ 6 മണിക്കായിരുന്നു സംഭവം. പതിവ് പോലെ ചായക്കടയിലേക്ക് പോയതായിരുന്നു സുബ്രൻ. റബ്ബർ തോട്ടത്തിൽ നിന്നും പാഞ്ഞെത്തിയ ആന ഇയാളെ ആക്രമിക്കുകയായിരുന്നു. നിലത്ത് വീണ സുബ്രന്റെ ദേഹത്ത് ആന ചവിട്ടി. നിലവിളി കേട്ട് പരിസരവാസികൾ എത്തിയപ്പോഴാണ് ഓടിപ്പോകുന്ന ആനയെ കണ്ടത്. റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുകയായിരുന്ന ഗിരീഷ് എന്ന യുവാവിനെയാണ് ആന ആദ്യം ആക്രമിക്കാൻ തുനിഞ്ഞത്. യുവാവ് മരങ്ങൾക്കിടയിലൂടെ ഓടി രക്ഷപ്പെട്ടു. തുടർന്നാണ് തൊട്ടടുത്ത കോൺക്രീറ്റ് റോഡിലേക്ക് ആന പാഞ്ഞെത്തിയതും വയോധികനെ ആക്രമിച്ചതും. ഗുരുതരമായി പരിക്കേറ്റ സുബ്രനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വനം വകുപ്പിന്റെ ഉദാസീനതയാണ് മരണത്തിനിടയാക്കിയതെന്നാരോപിച്ച് നാട്ടുകാർ ചായപ്പൻകുഴിയിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പാഞ്ഞെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസിന്റെ നേതൃത്വത്തിൽ ജനക്കൂട്ടം സ്റ്റേഷനിലേക്ക് കടന്ന് സാമഗ്രികൾ തല്ലിത്തകർത്തു. വിവരമറിഞ്ഞ് ചാലക്കുടി DVSP VK രാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് ഇരിങ്ങാലക്കുട RDO ഷിബു P ജോണിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുമായി ചർച്ച നടന്നു. MP ബെന്നി ബഹന്നാൻ, MLA സനീഷ് കുമാർ ജോസഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മണിക്കൂറുകളോളം നടന്ന ചർച്ചയ്ക്കു ശേഷമാണ് ഇൻക്വസ്റ്റ് നടത്താൻ നാട്ടുകാർ സമ്മതിച്ചത്. മരിച്ച സുബ്രന്റെ കുടുംബത്തിന് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ചാലക്കുടി DFO വെങ്കടേശ്വരൻ കൈമാറി. കുടുംബത്തിന്റെ ആശ്രിതരിൽ ഒരാൾക്ക് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാനും തീരുമാനിച്ചു. പീലാർമൊഴി കാട്ടിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളെ RRT സംഘത്തെ നിയോഗിച്ച് ഉടൻ കാട് കയറ്റാനും തീരുമാനിച്ചു. ഇതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചത്. TCV ന്യൂസ്, ചാലക്കുടി. ഗുരുവായൂർ ചൂൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തുനിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പുത്തമ്പള്ളി പാലഞ്ചേരി റോഡിൽ തേർലി രഘുവിന്റെ ഭാര്യ 56 വയസ്സുള്ള ഗിരിജയാണ് മരിച്ചത്. പുത്തമ്പള്ളിയിൽ ടിപ്പർ ലോറിയും JCBയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ റോഡരികിൽ ബസ് കാത്തുനിന്നിരുന്ന ഗിരിജയാണ് JCB തട്ടി മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സ്ത്രീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അപകടത്തിൽ ബൈക്ക് യാത്രികനും പരിക്കേറ്റു. പുത്തമ്പള്ളി വാഴപ്പിള്ളി ശരത്തിനാണ് പരിക്കേറ്റത്. ചൂൽപ്പുറം കമ്പനിപ്പടി റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. മുതുവട്ടൂർ കാജ ചായ കമ്പനിയിലെ പാക്കിംഗ് തൊഴിലാളികളായ ഗിരിജയും വിജയലക്ഷ്മിയും ജോലിക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയം കമ്പനിപ്പടി റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രവും കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വട്ടം തിരിഞ്ഞ മണ്ണുമാന്തി യന്ത്രത്തിന്റെ പുറകിലേക്കായി ഗിരിജയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രത്തിന്റെ മുൻവശത്തെ കൈത്തട്ടി ശരത്ത് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ ഇരുവരെയും മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും
ഗിരിജയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഭയന്ന് പിന്മാറിയ വിജയലക്ഷ്മി കാനയിലേക്ക് വീണതോടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളത്തെ ചുമട്ടുതൊഴിലാളിയായ ശരത്ത് ജോലിക്ക് പോകുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ടിപ്പറിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിവീണ് ഡീസൽ റോഡിലൂടെ ഒഴുകി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ട് റോഡ് കഴുകി വൃത്തിയാക്കി. ഇതേ തുടർന്ന് ചാവക്കാട് കുന്നംകുളം റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ പണിക്കവീട്ടിൽ ഗഫൂറിന്റെ മതിലും തകർന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുത്തിപ്പറമ്പ് കൊല്ലംപറമ്പിൽ ചന്ദ്രന്റെ മകൻ 39 വയസ്സുള്ള രതീഷ് ചന്ദ്രനാണ് മരിച്ചത്. പരിക്കേറ്റ പുത്തഞ്ചിറ സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ ജിബിൻ ഷാജിയെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടിയിൽ മത്സ്യത്തൊഴിലാളിയായി രതീഷ് വീട്ടിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്നതായിരുന്നു. ചാലക്കുടിയിൽ നിന്നും പുത്തഞ്ചിറയിലേക്ക് പോയ ജിബിൻ ഷാജിയുടെ ബൈക്കുമായി റെയിൽവേ സ്റ്റേഷൻ ഗേറ്റിന് തൊട്ടടുത്ത് വെച്ചായിരുന്നു കൂട്ടിയിടിച്ചത്. കൂട്ടിയുടെ ആഘാതത്തിൽ 2 ബൈക്കുകളും പൂർണ്ണമായും തകർന്നു. ദേശീയപാത കൊടകര ഗാന്ധിനഗറിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളായ 2 പേർക്കെതിരെ കൂടി കാപ്പ ചുമത്തി കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി തച്ചനാടൻ വീട്ടിൽ റനീഷ്, വെളുത്തൂർ വിളക്കുമടം സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ അഭിഷേക് എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. മാള വലിയപറമ്പിൽ ലോഡ്ജിൽ വെച്ച് യുവാവിനെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. കാക്കുളിശ്ശേരി സ്വദേശി കരിയാട്ടിൽ വീട്ടിൽ ജെറി, വലിയപറമ്പ് സ്വദേശി ജിഷ്ണു ദേവൻ എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. വലിയപറമ്പ് സ്വദേശി പോട്ടക്കാരൻ വീട്ടിൽ രോഹിത്തിനെ ആക്രമിച്ചുവെന്ന പരാതിയിലാണ് അറസ്റ്റ്. ജെറിയിൽ നിന്ന് വായ്പ വാങ്ങിയ പണം തിരികെ കൊടുക്കാത്തതിന്റെ വൈരാഗ്യത്തിലാണ് രോഹിത്തിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടി പുഴയിലെ അന്നമനടയിൽ കുളിക്കാനിറങ്ങിയയാൾ മുങ്ങി മരിച്ചു. അന്നമനട സ്വദേശി തെക്കേടത്ത് വീട്ടിൽ 63 വയസ്സുള്ള ഗോപാലനാണ് മരിച്ചത്. പെരുമ്പിലാവ് ആൽത്തറയിൽ മതിലിൽ നിന്ന് താഴേക്ക് തലയിടിച്ച് വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ആസാം സ്വദേശി 40 വയസ്സുള്ള ഗുൽജാർ ഹുസൈനാണ് മരിച്ചത്. ഇയാൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ ചുറ്റുമതിലിൽ കയറി സമീപത്തെ കെട്ടിടത്തിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ കാൽ തെറ്റി തലയിടിച്ചു വീണാണ് മരണം സംഭവിച്ചതെന്നാണ് നിഗമനം. ചുറ്റുമതിലിനും കെട്ടിടത്തിന്റെ ചുമരിനും ഇടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളി വീണുകിടക്കുന്നത് കണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. ദേശപ്പോര്. ചാവക്കാട് നഗരസഭയിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന വാർഡാണ് പുത്തൻകടപ്പുറം. UDFന് ആധിപത്യമുള്ള വാർഡ് പിടിച്ചെടുക്കാൻ എല്ലാ അടവുകളും പയറ്റുകയാണ് LDF. 2010 LDFിലെ ഫാത്തിമ ഹനീഫ വിജയിച്ചതൊഴിച്ചാൽ ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും UDFനൊപ്പമായിരുന്നു ഈ വാർഡ്. ഇരു മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇക്കുറി രംഗത്തിറക്കിയിരിക്കുന്നത്. UDFിനെ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും റൂറൽ ബാങ്ക് പ്രസിഡന്റുമായ CA ഗോപപ്രതാപനാണ് കളത്തിൽ. മുൻ നഗരസഭാ കൌൺസിലറും CITU ജില്ലാ കമ്മിറ്റി അംഗവുമായ KM അലിയാണ് LDF സ്ഥാനാർത്ഥി. SDPIക്ക് മുജീബ് കുന്നത്തും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ UDF കൌൺസിലർമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകുമെന്നാണ് സ്ഥാനാർത്ഥി CA ഗോപപ്രതാപന്റെ ഉറപ്പ്. 32-ാം വാർഡില് നിലവിലുണ്ടായിരുന്ന കൗൺസിലറും മുൻപുണ്ടായിരുന്ന UDFന്റെ കൗൺസിലർമാരും തുടങ്ങിവെച്ച വികസനം, ആ വികസനം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വാർഡിലെ സമഗ്രമായ വികസനമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ റോഡുകളില്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ റോഡുകളും ഉൾപ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റും
അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ പുത്തങ്കടപ്പുറത്ത് ഒരു മിനി ഹാർബർ യാഥാർത്ഥ്യമാക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അത് വേണ്ട എല്ലാ ആവശ്യമായ നടപടികളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം UDF കൗൺസിലർമാർ ഈ വാർഡിനെ അവഗണിച്ചുവെന്നാണ് LDF സ്ഥാനാർത്ഥി KM അലിയുടെ ആരോപണം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ ഈ വാർഡുമായി ബന്ധപ്പെട്ട് നിന്ന കൗൺസിലർമാരും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന UDFും ഈ വാർഡിനെ പാടെ അവഗണിക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായും ഈ തീരദേശ പ്രദേശം എന്ന നിലയിൽ ഈ വാർഡിനകത്ത് നിരവധിയായ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരെയും സഹായ സഹകരണത്തോടു കൂടി വരും നാളുകളിൽ അതിനുള്ള പ്രവർത്തനം നടത്തും എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഈ തീരദേശ വാർഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും നാട്ടിൽ വേണ്ടത്ര വികസനമില്ലെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനായി കൂടെ ഉണ്ടാകുമെന്നും SDPI സ്ഥാനാർത്ഥി മുജീബ് കുന്നത്ത് വ്യക്തമാക്കുന്നു. TCV ന്യൂസ്, ചാവക്കാട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് കന്നി അംഗത്തിനിറങ്ങിയ മകൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അച്ഛൻ കൊടകര പഞ്ചായത്തിലെ കാരൂർ വാർഡിലാണ് ഈ കാഴ്ച. CPM സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നയൽ പ്രസാദിനു വേണ്ടിയാണ് അച്ഛൻ PR പ്രസാദൻ വോട്ട് തേടി വീടുകൾ കയറുന്നത്. 3 തവണ കൊടകര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ളയാളാണ് കൊപ്രക്കളം സ്വദേശിയായ PR പ്രസാദൻ. 2000-ലും 2005-ലും 2015-ലും പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പ്രസാദൻ. നേരത്തെ PR പ്രസാദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അച്ഛനു വേണ്ടി വോട്ടഭ്യർത്ഥിക്കാനുള്ള അവസരം SFI പ്രവർത്തകയായിരുന്ന നയലിനുണ്ടായിട്ടുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കൊടകര പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് 27-കാരിയായ അഡ്വക്കേറ്റ് നയൽ പ്രസാദ്. കോൺഗ്രസിലെ ലില്ലി ജോസഫും BJPയിലെ വൈഷ്ണ ഷിബിനുമാണ് ഈ വാർഡിലെ മറ്റു സ്ഥാനാർത്ഥികൾ. TCV ന്യൂസ്, കൊടകര. കൊടകര അഴകം വാർഡിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത്. കൊടകര പഞ്ചായത്തിലെ അഴകം വാർഡിൽ നടക്കുന്നത് വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. വാർഡ് നിലനിർത്താൻ BJPയും പിടിച്ചടക്കാൻ LDFും UDFും കച്ചമുറുക്കി രംഗത്തുണ്ട്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് പുറമെ 2020യുടെ സ്ഥാനാർത്ഥിയും ഇത്തവണ മത്സരക്കളത്തിലുണ്ട്. UDF സ്വതന്ത്രൻ TG അജോ, CPMലെ K സുനിൽകുമാർ, BJPയിലെ അഡ്വക്കേറ്റ് ആശാ രാംദാസ്, 2020യുടെ MK സുധ എന്നിവരാണ് ഈ വാർഡിൽ ജനവിധി തേടുന്നത്. പ്രചാരണം അവസാനിപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങവേ വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കൊടകരയിലെ കേബിൾ TV ഓപ്പറേറ്ററും പ്രസ് ക്ലബ് ഭാരവാഹിയുമാണ് UDF സ്ഥാനാർത്ഥി TG അജോ. വർഷങ്ങളായി സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നതിന്റെ പരിചയ സമ്പത്തുമായാണ് ഈ 42-കാരൻ ജനവിധി തേടുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് അജോ പറയുന്നു. ഞാൻ ജയിച്ചു വന്നാൽ ആദ്യം തന്നെ ഈ റോഡിന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്ത് നമ്മുടെ വാർഡിലേക്ക് കിട്ടാവുന്ന എല്ലാ ഫണ്ടുകളും പഞ്ചായത്തിൽ നിന്ന് വാങ്ങി ഈ വാർഡിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുമെന്നും ഞാൻ ഉറപ്പു തരികയാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്നതിന്റെ പരിചയസമ്പത്ത് കൈമുതലായുള്ള LDF സ്ഥാനാർത്ഥി K സുനിൽകുമാറും ഒപ്പത്തിനൊപ്പം മത്സരരംഗത്ത് സജീവമാണ്. ഇത്തവണ അഴകം വാർഡ് ഇടതുമുന്നണി കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് സുനിൽകുമാർ പറയുന്നു. നമ്മുടെ ഈ വാർഡിന്റെ റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ അതിന്റെ ഗതികളും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി ഇറങ്ങണം. വാർഡ് നിലനിർത്തുന്നതിനായി BJP ഇത്തവണ അംഗത്തട്ടിൽ ഇറക്കിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ആശാ രാംദാസിനെയാണ്. 2016 മുതൽ 2020 വരെ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചതിന്റെ പരിചയസമ്പത്തും അഡ്വക്കേറ്റ് ആശയ്ക്കുണ്ട്. ഇവിടം വിജയം സുനിശ്ചിതമെന്ന് ഇവരും തറപ്പിച്ച് പറയുന്നു. വികസന തുടർച്ചയ്ക്കായിട്ട് NDA, BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ വാർഡ് ജില്ലാതലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി BJP, NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. TCV, കൊടകര. CPIMൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ജിയോ ഫോക്സിന് പാർട്ടി പ്രാഥമിക അംഗത്വം നൽകി സ്വീകരിച്ചു. ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ജിയോ ഫോക്സ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പ്രാഥമിക അംഗത്വം നൽകിയത്. ചാലക്കുടിയിൽ നടന്ന UDF സ്ഥാനാർത്ഥികളുടെ സംഗമത്തിൽ വെച്ചായിരുന്നു പ്രാഥമിക അംഗത്വം നൽകിയത്. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് പൊള്ളൂർ, TJ സനീഷ് കുമാർ, KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജി കോടൻ കണ്ടത്ത്, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂരിൽ പരാജയഭീതി പൂണ്ട UDF വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അവിശുദ്ധ സഖ്യം രൂപീകരിച്ചതായി LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. കോലീബി സഖ്യം ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് കോലീബി ജെ സഖ്യമായിരിക്കുകയാണ്. ഈ വസ്തുതയുടെ മുഖം മറയ്ക്കാനാണ് VM സുധീരൻ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത്. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാതിരിക്കുന്നതുകൊണ്ടാണ് 2020 ഭരണം നഷ്ടപ്പെടാൻ കാരണമെന്ന സുധീരന്റെ പ്രസ്താവന വിചിത്രമാണ്. നിയോജകമണ്ഡല തലത്തിലും കോലീബി സഖ്യം സജീവമാണ്. കടപ്പുറം ജില്ലാ പഞ്ചായത്തിൽ വാർഡിൽ BJP സ്ഥാനാർത്ഥി ഇല്ലാത്തതും ചാവക്കാട് 8ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തതും ഇതിനുദാഹരണങ്ങളാണ്. ഇവിടെയെല്ലാം പരസ്യമായി ലീഗിനെയും കോൺഗ്രസിനെയും BJP സഹായിക്കുകയാണെന്നും LDF ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PT കുഞ്ഞുമുഹമ്മദ്, ജനറൽ കൺവീനർ C സുമേഷ്, CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, PI സൈമൺ, M മോഹൻദാസ്, K ബാലകൃഷ്ണൻ, RH അബ്ദുൾ സലീം, അനൂപ് പെരുമ്പിലാവിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലി നടന്നു. മനപ്പടിയിൽ നിന്ന് ആരംഭിച്ച് പാവറട്ടി സെൻട്രലിൽ സമാപിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഷോയ് NV അധ്യക്ഷത വഹിച്ചു. കൺവീനർ ബാബു ആന്റണി, LDF നേതാക്കളായ VK ജോസഫ്, PG സുബ്രഹ്മണ്യൻ, ഗീതാ രാജൻ, ജോഷി കുര്യാക്കു തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ 17ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പ്ലക്കാർഡുകളുമേന്തി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. സ്ഥാനാർത്ഥികളായ സ്മിത സജുവിന്റെയും ജയ ടീച്ചറുടെയും പടവും ചിഹ്നവും ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളുമേന്തിയാണ് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നത്. 17ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPM CPI തർക്കമുണ്ടായിരുന്നു. തർക്കം പരിഹരിക്കാൻ ആകാത്തതിനെ തുടർന്നാണ് വാർഡിൽ LDFന് 2 സ്ഥാനാർത്ഥികൾ വന്നത്. LDFന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇവിടെ സ്ഥാനാർത്ഥിയില്ല. CPMഉം CPIയും ഓരോ സ്ഥാനാർത്ഥിയെ നിർത്തിയ പശ്ചാത്തലത്തിലാണ് LDFന്റെ ഔദ്യോഗിക ചിഹ്നം ലഭിക്കാതെ പോയത്. CPMന്റെ സ്ഥാനാർത്ഥി NB ജയ പെരുമ്പറ ചിഹ്നത്തിലും CPI സ്ഥാനാർത്ഥി സ്മിത സജു ബൾബ് ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത്. കടവല്ലൂർ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോരാട്ടം കനക്കുമെന്ന് മുന്നണി നേതാക്കൾ. മുഴുവൻ വാർഡുകളിലും ഇടതുമുന്നണി വിജയിക്കുമെന്നും കടവല്ലൂരിനെ ചെങ്കോട്ടയാക്കുമെന്നും LDF പഞ്ചായത്ത് കൺവീനർ MN മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ 25 വർഷമായി നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം UDF തിരിച്ചുപിടിക്കുമെന്ന് കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MM മനീഷ് പറഞ്ഞു. അതേസമയം ആദ്യമായി പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ശക്തമായ സാന്നിധ്യം പഞ്ചായത്തിൽ ഉണ്ടാക്കുമെന്ന് BJP പഞ്ചായത്ത് കൺവീനർ C അനിൽകുമാർ പറഞ്ഞു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. ടെമ്പിൾ പോലീസിന്റെ നേതൃത്വത്തിൽ മഞ്ജുലാൽ പരിസരത്തു നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് ഔട്ടർ റിംഗ് റോഡ് ചുറ്റി സമാപിച്ചു. ചൊവ്വാഴ്ച കുട്ടിക്കലാശം നടക്കുന്ന 3 മേഖലകളിലായി പോലീസിനെ വിന്യസിക്കും. 3 മുന്നണികൾക്കും പ്രത്യേകം സ്ഥലം തിരിച്ചു നൽകിയാണ് കുട്ടിക്കലാശം നടത്തുക. പടിഞ്ഞാറേ നട, മഞ്ജുലാൽ ജംഗ്ഷൻ, കൈരളി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് 3 മുന്നണികൾക്കുമായി സ്ഥലം നൽകിയിരിക്കുന്നത്. SHO G അജയ്കുമാർ, SIമാരായ PG സദാശിവൻ, KK സുനിൽകുമാർ, ASIമാരായ K സാജൻ, KK ജയചന്ദ്രൻ തുടങ്ങിയവർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 39, 40, 41, 42 UDF സ്ഥാനാർത്ഥികളായ രമണി പ്രേമദാസൻ, EG സജീഷ്, സ്മിത അജിത് കുമാർ, ആനി സൈമൺ എന്നിവരുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. UDF നേതാക്കളായ DCC സെക്രട്ടറി K അജിത് കുമാർ, B അനന്തകൃഷ്ണൻ, KN പ്രകാശൻ, K ഗോപാലകൃഷ്ണൻ, MN ലതീന്ദ്രൻ, KA രാജീവ്, MM മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സായുധ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തൃശൂർ റൂറൽ ജില്ലയിലെ 5 സ്ഥലങ്ങളിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലെ പെരിങ്ങോട്ടുകരയിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ റൂട്ട് മാർച്ചിൽ സായുധ സേനാ അംഗങ്ങളടക്കം 90 അംഗ പോലീസ് സേനയാണ് പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി തൃശൂർ റൂറൽ പരിധിയിൽ 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഗുരുവായൂർ നഗരസഭാ ഭരണത്തിൽ ആം ആദ്മി പാർട്ടി നിർണായക ഘടകമായി മാറുമെന്ന് ആം ആദ്മി നേതാക്കൾ പറഞ്ഞു. ഗുരുവായൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി 4 സ്ഥാനാർത്ഥികളെ ആം ആദ്മി ഇത്തവണ മത്സരരംഗത്തിറക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് സ്വാധീനമുള്ള ഭരണം വന്നാൽ കഴിഞ്ഞ 30 വർഷത്തെ വികസനത്തിന്റെ ഇരട്ടി 5 വർഷം കൊണ്ട് നടപ്പിലാക്കും. ഇതിനായി 100 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയുമായി പ്രകടന പത്രിക പുറത്തിറക്കി. ആം ആദ്മി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പോളി ഫ്രാൻസിസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോൺസൺ പാലുവായി, നിയോജകമണ്ഡലം ചെയർമാൻ ആലി ആസാദ്, സതീഷ് വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാവറട്ടിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി റൂട്ട് മാർച്ച് നടത്തിയത്. പാവറട്ടി പോലീസും റാപ്പിഡ് റിയാക്ഷൻ ഫോഴ്സും ചേർന്ന് നടത്തിയ റൂട്ട് മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് ആരംഭിച്ചു. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ മാർച്ചിന് നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. കേരള പോലീസിന് പുറമെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് എന്നിവയും റൂട്ട് മാർച്ചിൽ അണിനിരന്നു. ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് നഗരം ചുറ്റി അവസാനിച്ചു. ഡിവൈഎസ്പി PC വിജയകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുതുക്കാട് സെൻട്രലിൽ നടന്ന പൊതുയോഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് BR രബീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി AV ചന്ദ്രൻ, സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ ആ വിഷയങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാലക്കുടി LDF മുനിസിപ്പൽ കമ്മിറ്റി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ട്രാംവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ സ്ഥാനാർത്ഥികളും 100 കണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. CPI മുനിസിപ്പൽ സെക്രട്ടറി അനിൽ കദലിക്കാടൻ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന എളവള്ളി പഞ്ചായത്ത് റാലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് അപകടത്തിൽ പരിക്കേറ്റു. എളവള്ളി പഞ്ചായത്ത് 9ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി TC മോഹനനാണ് പരിക്കേറ്റത്. ഇരുചക്രവാഹനത്തിൽ മടങ്ങുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. കൈയിനും കാലിനും പരിക്കേറ്റതിനെ തുടർന്ന് തൃശൂർ എലൈറ്റ് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ദേശീയപാതയ്ക്ക് സമീപത്തുള്ള ആളില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ട് സ്ഥിരമായി മോഷണം നടത്തുന്ന സംഘം പിടിയിൽ. ആസാം സ്വദേശി ഹബീസുൾ റഹ്മാൻ, ദില്ലി സ്വദേശി യൂനസ് എന്നിവരാണ് ചാവക്കാട് പോലീസിന്റെ പിടിയിലായത്. ആളുകൾ ഇല്ലാത്ത വീടുകൾ നോക്കിവെച്ച് വീടിനകത്ത് കയറി ശുചിമുറി ഫിറ്റിംഗ്സ്, സാധന സാമഗ്രികളും ഗ്യാസ് സിലിണ്ടറും ബാറ്ററിയും മറ്റും ചേറ്റുവയിലുള്ള ആക്രി കച്ചവടത്തിന്റെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രതികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു. SHO PV വിമലന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചേലക്കര പഞ്ചായത്തിൽ 6 വൻകിട പാറമടകൾ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ചേലക്കോട് സ്വദേശി ആലാക്കൽ അബ്ദുൽ ഹസീസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇവയിൽ ഒരു ക്വാറിക്ക് എന്റർപ്രൈസസ് ലൈസൻസ് ആണുള്ളതെന്നും മറ്റുള്ളവ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലൂടെയുണ്ടെന്ന് അബ്ദുൽ ഹസീസ് പറഞ്ഞു. കിഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി. സംഭവസ്ഥലത്ത് എത്തിയ സംഘം ഏറെ നേരം സ്ഥലത്ത് സൂക്ഷ്മ പരിശോധന നടത്തി. തുടർന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകൾ തുടർ അന്വേഷണത്തിനായി കുന്നംകുളം പോലീസിന് കൈമാറും. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലാണ് പരിശോധനയ്ക്ക് എത്തിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. പെരിങ്ങാട് തിരുനെല്ലൂർ പാടം റോഡിൽ മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. രാത്രിയിൽ വാഹനമിടിച്ചാണ് ചത്തതെന്ന് കരുതുന്നു. ഈ മേഖലയിൽ മുള്ളൻ പന്നിയുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറഞ്ഞു.
മാള പള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ബൈബിൾ കൺവെൻഷൻ വെള്ളിയാഴ്ച ആരംഭിക്കും. 15 വരെ വൈകിട്ട് 4:30 മുതൽ രാത്രി 9 വരെ നടക്കുന്ന കൺവെൻഷൻ ഫാദർ സാജു ഇലഞ്ഞിയിൽ നയിക്കും. വെള്ളിയാഴ്ച കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് വിവിധ പ്രദേശങ്ങളിലേക്ക് ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികളായ ഫാദർ പോൾ തോമസ് കളത്തിൽ, വിൽഫ്രഡ് പുതുവന, ഡെന്നി ചക്കാലയ്ക്കൽ, ജോസ് ചക്കാലയ്ക്കൽ, തോമസ് ചക്കാലയ്ക്കൽ എന്നിവർ അറിയിച്ചു. ഞെല്ലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയം ആഘോഷിച്ചു. കുനിശ്ശേരി അനിയന്മാരുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടന്നു. 21 ദേശങ്ങളിൽ നിന്ന് നാഗസ്വരത്തിന്റെ അകമ്പടിയിൽ കാവടികൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. കേരളത്ത് സുന്ദരന്മാരുടെ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തന്ത്രി പടിഞ്ഞാറേടത്ത് വിഷ്ണു ഭട്ടത്തിരിപ്പാട്, മേൽശാന്തി ശശിധരൻ തിരുമേനി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പദവി ദുരുപയോഗം ചെയ്ത് വിധവാ പെൻഷൻ അനുവദിക്കാൻ ശുപാർശ ചെയ്ത വ്യക്തിയുടെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള നോമിനേഷൻ സ്വീകരിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിവരാവകാശ പ്രവർത്തകനും തളിക്കുളം സ്വദേശിയുമായ പൂരാടൻ ഗണേശൻ പറഞ്ഞു. തളിക്കുളം പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തിക്ക് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം അനുവദിച്ച വിധവാ പെൻഷൻ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും അനർഹമായി പെൻഷൻ അനുവദിച്ചെന്ന പരാതിയെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ റദ്ദ് ചെയ്ത പെൻഷൻ തുക സർക്കാരിലേക്ക് തിരികെ അടയ്ക്കാൻ നിലവിൽ പെൻഷൻ കൈപ്പറ്റിയ വ്യക്തി ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും ഗണേശൻ പറഞ്ഞു. വടക്കഞ്ചേരി പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ വെങ്കിണിശ്ശേരി നാരായണാശ്രമ തപോവനവും ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായി സംഘടിപ്പിച്ച 24ാമത് പരമതത്വ സമീക്ഷാ സത്രം ഈ മാസം 19 മുതൽ 28 വരെ നടക്കും. 19-ന് ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി സ്വാമി വീരഭദ്രാനന്ദ ഉദ്ഘാടനം ചെയ്യും. സന്യാസി ശ്രേഷ്ഠരും ഭാഗവത പണ്ഡിതരും ഉൾപ്പെടെ 40-ൽ പരം പ്രവാക്താക്കൾ തത്വപ്രവചനം നടത്തും. സ്വാമി നിഖിലാനന്ദ സരസ്വതി, സത്രസമിതി ഭാരവാഹികളായ സ്വാമി ദേവപാലൻ, PS സാധു പത്മനാഭൻ, I വിജയകുമാർ, K വിജയൻ മേനോൻ, AK ഗോവിന്ദൻ, PK ഉണ്ണികൃഷ്ണൻ, KB രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയ TV നൽകി കബളിപ്പിച്ചു. 16,500 രൂപയും പലിശയും 15,000 രൂപയും നൽകുവാൻ തൃശൂർ ഉപഭോക്തൃ കോടതി വിധി. കൈപ്പമംഗലം ബീച്ചിലെ ബലയംപറമ്പിൽ വീട്ടിൽ കൃഷ്ണൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് നാട്ടികയിലെ അശ്വതി ഏജൻസീസ് ഉടമയ്ക്കെതിരെയും പൂനെയിലുള്ള കല്യാണി ഷാർപ്പ് ഇന്ത്യ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും വിധിയായത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ചാലക്കുടിയിൽ വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. പോട്ട സ്വദേശി വെട്ടിക്കൽ വീട്ടിൽ ഷൈജുവിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോട്ട പുത്തൻപുരയ്ക്കൽ വീട്ടിൽ വിൽസനെയും മകനെയും ആക്രമിച്ച കേസിൽ ഷൈജുവിന് കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കൊടുങ്ങല്ലൂരിൽ സുഹൃത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. അഴീക്കോട് പുത്തൻപള്ളി സ്വദേശി മാഞ്ഞൂലി വീട്ടിൽ സന്ദീപിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഴീക്കോട് ചുങ്കം സ്വദേശി കാടേപ്പറമ്പിൽ വീട്ടിൽ നിപ്റ്റിനെയാണ് പ്രതി തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,955 രൂപ, പവന് 95,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃശൂർ ഉൾപ്പെടെ രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ മുന്നണികൾ അവസാനഘട്ട പ്രചരണ ചൂടിൽ. കൊട്ടിക്കലാശം ചൊവ്വാഴ്ച.
ചാലക്കുടി ചായപ്പൻകുടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ അടിച്ചു തകർത്തു. ഗുരുവായൂർ ചൂൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തു നിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.